ഈശോയെ നന്ദി. ഇന്ന് നമ്മൾ തീർത്ഥാടന യാത്ര പോകുന്നത് കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. എറണാകുളം ജില്ലയിലെ ചെട്ടിക്കാടാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മെയ് മാസം 13-ാം തീയതിയാണ് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. അന്നേ ദിവസം ഞങ്ങളും പോയിരുന്നു. ഒത്തിരി തിരക്കായിരുന്നതിനാൽ നല്ല രീതിയിൽ വീഡിയോസ് പകർത്താൻ സാധിച്ചില്ല. എങ്കിലും വിശുദ്ധ അന്തോണീസിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് വീഡിയോ ചെയ്യുകയാണ്. 1954 ജൂൺ 13-ാം തീയതിയാണ് പഴയ പള്ളി, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പള്ളി വെഞ്ചരിക്കപ്പെട്ടത്. വിശുദ്ധ അന്തോണീസിൻ്റെ 3 തിരുശേഷിപ്പുകൾ അടങ്ങിയ ഇന്ത്യയിലെ ഏക ദേവാലയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ പള്ളിയിൽ 2 തിരുശേഷിപ്പും പുതിയ പള്ളിയിൽ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. 1973 കാലഘട്ടം മുതലേ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും ഇവിടെ നടത്തിപ്പോന്നിരുന്നു. 1975 ജനുവരി 7-ാം തീയതിയാണ് വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ്. 1983 ഏപ്രിൽ 22-ാം തീയതിയാണ് വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയം തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തപ്പെട്ടത്. 1987 ഒക്ടോബർ 20-ാം തീയതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടത്തിയത്. നമ്മുടെ ഏതാവശ്യങ്ങളിലും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഉണ്ണീശോയുടെ സ്വന്തം വിശുദ്ധ അന്തോണീസിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.